ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ 10 കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഈ 10 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയുമെന്നല്ല അതിന്റെ അർത്ഥം. ഈ 10 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാർക്ക് കൂടുമെന്നാണ് അർത്ഥം. പലപ്പോഴും പിള്ളേര് ശ്രദ്ധിക്കാത്ത സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടൈപ്പ് പറഞ്ഞാൽ നമ്മൾ ടീച്ചറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് എ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വെറുതെ അല്ല, അത് ട്രൂ ആണ്. അതുകൊണ്ട് ഫസ്റ്റ് പേപ്പറിൽ മിസ്റ്റേക്സ് വരുത്താതെ നോക്കുക. മനുഷ്യനാണ്, മിസ്റ്റേക്സ് വരും. ഇൻ കേസ് വന്നാലും പോട്ടെ, കുഴപ്പമില്ല. വെട്ടുമ്പോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെട്ടൊക്കെ ചെയ്താൽ മതി. ഇങ്ങനെ 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 ഇങ്ങോട്ട് വെട്ടരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പേജ് മാക്സിമം നീറ്റ് ആക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൻസർ ആദ്യം എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം, ഇടയ്ക്കൊന്നും എഴുതാം. ഓർഡറിന് ഒരു പ്രസക്തി ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യാം, ഫസ്റ്റ് പേജുകളിൽ നിങ്ങൾ എഴുതാം, ഫസ്റ്റ് പേജിൽ എഴുതാം. ഓക്കെ. അപ്പൊ അതിന് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഒരു പ്ലാൻ വേണം. 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമിൽ വായിക്കുമ്പോൾ ഏതൊക്കെ ആദ്യം എഴുതണം, ഏതൊക്കെ പിന്നെ എഴുതാം എന്നുള്ള ഒരു പ്ലാനിൽ നിങ്ങൾ അത് എത്തണം. രണ്ടാമത്തേത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ്, ഇമ്പോർട്ടൻ്റ് ലൈൻസ്, ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞ് അങ്ങനെയൊന്നും അല്ല അണ്ടർലൈൻ ചെയ്യണം. ഒരു പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് നമ്മുടെ ആൻസറിനെ അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ വേണം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ സ്പീച്ച്, മെയിനായിട്ട് സ്പീച്ചും എസ്സേ ഒക്കെ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോഴാണ് അതിൽ നമ്മൾ നല്ല അടിപൊളി സെന്റൻസ് ഒക്കെ പഠിച്ചിട്ട് പോകുമല്ലോ. ഇപ്പോ വിമൻ എംപവർമെന്റ് ആണെങ്കിൽ വിമൻ പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ട് പഠിച്ചു പോകും. അപ്പൊ അതൊന്നും ഇങ്ങനെ വരച്ചിടാം. ഓക്കെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാർക്സ് കിട്ടും പിള്ളേരെ. ടീച്ചർ നേരെ അങ്ങോട്ട് നോക്കും, ഓ കുട്ടി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പം ആളെന്താണ്, പഠിച്ചിട്ട് വന്ന് എഴുതുന്ന ആളാണെന്നൊരു ഇംപ്രഷൻ ടീച്ചറിൽ ക്രിയേറ്റ് ആകും. വേറെ എവിടെയെങ്കിലും തെറ്റിയാൽ നമുക്ക് ഈ മാർക്ക് അധികം അങ്ങോട്ട് കുറയ്ക്കില്ല. പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ്, പിള്ളേര് കട്ട കുത്തി അങ്ങോട്ട് എഴുതും. ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നിറച്ച് എഴുതും, മാർക്ക് കിട്ടില്ല. കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൻസേഴ്സ് നോക്കുന്നതായിരിക്കും. കട്ട കുത്തി എഴുതുമ്പോൾ അത് വായിക്കാനേ ടീച്ചർക്ക് മൈൻഡ് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ബ്ലോക്ക് ആക്കി എഴുതാതെ ചെറിയ ചെറിയ പാരഗ്രാഫ് ആക്കി തിരിച്ചിട്ട് എഴുതാം. അങ്ങനെ നമ്മൾ വായിക്കാൻ എളുപ്പമാണ്, നമുക്ക് മാർക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിരിക്കും, പക്ഷെ ഒറ്റ കട്ടയായിട്ട് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നെങ്കിൽ മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതേസമയം നമ്മളിതാ ആദ്യത്തെ പാരഗ്രാഫ് ഇവിടെ എഴുതി, പിന്നെ അടുത്ത പാരഗ്രാഫ്, ഇങ്ങനെ ഒരു സ്പേസ് ഒക്കെ വിട്ട് പാരഗ്രാഫ് ആയിട്ട് എഴുതാണെങ്കിൽ മാർക്ക് കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ചിലർക്ക് അറിയില്ലായിരിക്കും എവിടെയാണ് പാരഗ്രാഫ് തിരിക്കേണ്ടതെന്നുള്ളത്. നമുക്ക് എവിടെ നിർത്തുന്നു അവിടെ നിർത്താം. ഒരു അത്യാവശ്യം ലെങ്ത് ആയി കഴിഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റിക്ക് ടു ദ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ കാര്യം, അതായത് ഇപ്പൊ നമ്മളോട് ചോദിക്കാണ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കും, ഹൗ ക്യാൻ വി റിലേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ടു ഹൊറഗല്ലു എന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോ അതിന്റെ ഉത്തരം എഴുതണ്ടേ. അതല്ലാണ്ട് ഹൊറഗല്ലു നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൊറഗല്ലു മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, ഹൊറഗല്ലു വെരി ഇമ്പോർട്ടന്റ്, നമ്മുടെ നാട്ടിലൊക്കെ ഹൊറഗല്ലു ആളുകൾക്ക് സഹായിക്കുന്നു, അത് ഇത് അങ്ങനെ വളച്ചൊടിച്ച് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, എന്താണോ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് അതിൽ വേണ്ടത്. അതല്ലാതെ വെറുതെ കുറെ എഴുതി പേര് നിറച്ചിട്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. സോ ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് വേണം ആൻസർ ചെയ്യാൻ. ഇനി എല്ലാവർക്കും വളരെ കോംപ്ലക്സ് ആയിട്ട് ഇംഗ്ലീഷ് എഴുതാൻ അറിയാവുന്നവരായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി ആണ് അവിടെ വേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിൽ എഴുതിയാൽ മതി. ലെങ്തി സെന്റൻസിലേക്കൊക്കെ എഴുതി പോകുമ്പോഴാണ് ചിലപ്പോൾ നമ്മുടെ ഗ്രാമർ തെറ്റുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യാം, അതിന് നമ്മൾ എന്ത് ചെയ്യാ, നമ്മള് ഒരുപാട് ലെങ്തി ആക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട. പകരം എന്ത് ചെയ്യാ, ഷോർട്ട് ആക്കുക. ഓക്കെ, ഷോർട്ടാക്കി കുഞ്ഞു കുഞ്ഞു സെന്റൻസ് ആക്കി, സിമ്പിൾ സെന്റൻസ് ആക്കി എഴുതി വെച്ചാൽ മതി കേട്ടോ. ബിഗ് ഇംഗ്ലീഷിലേക്ക് പോകാൻ നിൽക്കണ്ട. അടുത്തതായിട്ട് ഫോർമാറ്റ്സ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഒരു ആവറേജ് കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മാർക്സ് കിട്ടും. ഫോർമാറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആൻസർ ആവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫോർമാറ്റ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാം, അത് കണ്ടിട്ട് പഠിച്ചിട്ട് ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ നോക്കണം. ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണെങ്കിലും ലെറ്റർ ടു ദ എൻക്വയറി, അങ്ങനെ ഡിഫറെന്റ് സംഭവങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ ഫോർമാറ്റ്സ് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ അടുത്തത്,
Highlight structure in long answers. Highlight structure in long answer. അതായത് നമ്മൾ സ്മോൾ ഇൻട്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ വലിയ വലിയ ആൻസേഴ്സ് വരുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ 6 മാർക്കിന്റെ ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഹെഡിങ് ഒന്നും കൊടുക്കണ്ട, പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം. അതിനുശേഷം അതിന് മെയിൻ കണ്ടന്റ് പാർട്ട് വേണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ അതിന്റെ ഒരു കൺക്ലൂഷൻ പോലെയുള്ള പാരഗ്രാഫ് വേണം എഴുതാൻ. ആ ഒരു സ്ട്രക്ചറിൽ വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ പോലും വിടരുത്. നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 0 ആണ്. അതിലൊരു സംശയമില്ല. ടീച്ചർ നോക്കിയാലില്ലെങ്കിലും നമ്മളിപ്പോ 10ാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടില്ല, നമുക്കപ്പോ അവിടെ 0 ആണ്, അവിടെ മാർക്ക് കിട്ടാനില്ല. അതേസമയം 10ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ആ ക്വസ്റ്റ്യനിൽ കിട്ടിയ വാക്കും വെച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ 1 മാർക്ക് കിട്ടും. അങ്ങനെ ഒരു 4 ചോദ്യത്തിൽ 1 മാർക്ക് കിട്ടിയാൽ 4 മാർക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. ഇപ്പൊ ടീച്ചർക്ക് തന്നെ തോന്നാണ് നിങ്ങൾ എങ്ങനെയും പാസ്സാക്കി വിടണം, A+ലേക്ക് എത്തിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് മാർക്ക് ഇടാൻ പറ്റുള്ളൂ. എഴുതാത്തതിന് ടീച്ചർക്ക് മാർക്ക് തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ടീച്ചർ നമുക്ക് മാർക്ക് തരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. എല്ലാം എന്ന് പറയുമ്പോൾ ഓവർ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 6 എണ്ണം ഉണ്ട്, 4 എണ്ണം എഴുതാൻ പറയുമ്പോൾ 4ഉം എഴുതണം. 3 എണ്ണം അല്ല, 4ഉം എഴുതണം. അറിയില്ലെങ്കിലും 4ഉം എഴുതണം. അറിയാവുന്ന എന്തെങ്കിലും എഴുതി വെക്കാം. ദെൻ ഓരോ ആൻസേഴ്സ് കഴിയുമ്പോൾ സ്പേസ് വിടണം. ആൻസേഴ്സ് കട്ട കുത്തി എഴുതിയത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എക്സാം ഒക്കെ എഴുതിയിരുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇത് ആൻസർ ഷീറ്റ് ആണെങ്കിൽ, ഇങ്ങനെ ഒരു ആൻസർ ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ആൻസർ എഴുതി കഴിഞ്ഞ് 1 ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ വിട്ടിട്ട് അടുത്ത ആൻസർ എഴുതിയാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ പേപ്പേഴ്സ് തരും, അതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് പേപ്പർ നമ്മൾ ലാഭിക്കാൻ നിൽക്കണ്ട. ഒരെണ്ണം എഴുതാ, 1 ലൈൻ വിടാം, അടുത്ത എഴുതാ, ലൈൻ വിടാം. അങ്ങനെ ഓരോ ലൈൻ വിട്ടിട്ട് ഒരു നീറ്റ് ആയിട്ട് ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ ആൻസർ ഷീറ്റ് ഇരിക്കണമെങ്കിൽ തന്നെ നമുക്ക് അവിടെ മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ പറയും റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടണ്ടേ മിസ്സേ, ടൈം മാനേജ്മെന്റ് വീഡിയോ പുറകെ വരുന്നുണ്ട്, അത് ചെയ്തു തരാം. അപ്പൊ അത് വെച്ച് നോക്കിയിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും നോക്കാൻ നമുക്ക് നേരം ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റ് ആണെന്ന് നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. പിന്നീട് എഴുതാൻ വേണ്ടി നമ്മൾ സ്പേസ് വിട്ട സ്ഥലത്ത് പിന്നീട് നമ്മൾ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്താല് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മക്കളെ എല്ലാവരും ഈ 10 പോയിന്റ് നോക്കണം. 10 പോയിന്റും ഫുൾ വീഡിയോ കണ്ടവര് റിവൈസ് എന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പഠിക്കുന്നെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.